അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഞാൻ ഇന്നൊരു കൂട്ടുകറി ഉണ്ടാക്കി. കൂട്ടുകറി നമുക്ക് ഒരുപാട് തരം കൂട്ടുകറികളുണ്ട്. പക്ഷെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറി, കുറച്ച് അധികം കഷ്ണങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കഷ്ണങ്ങൾ ഞാനെടുത്ത്: പടവലം, കുമ്പളം, മത്തൻ, ചേന, പിന്നെ ഇതിൻ്റെ കൂടെ കടലയും. നമ്മൾ വെള്ളക്കടലൊക്കെ ഇല്ലേ, അതാ ചേർത്തത്. സാധാ നമ്മൾ ചെറിയ കടലൊക്കെയാണ് എല്ലാവരും കൂട്ടുകറിക്ക് എടുക്കുക. ഇതെല്ലാം ഒരേ വേവാണ്. അപ്പോൾ ഈ കടലൊക്കെയാണ് എടുത്തത്. ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വേവുണ്ടാവും. അപ്പം കുറച്ച് വെള്ളം കൂടുതൽ നിന്നോട്ടെ. അതിൽ പാകത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക്, അതിന് കളറ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പതിച്ച് വന്നാൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പിടുന്ന സമയത്ത് നമ്മളിത് കടലക്കൊന്നും വേവില്ല, ഒരു മരക്കഷ്ണം പോലെ ഇരിക്കും. പിന്നെ എൻ്റെ സ്വന്തം ചീനച്ചട്ടി, എല്ലാ കാര്യത്തിനും ഞാൻ ഈ ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത കുരുമുളകുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യമായ കുരുമുളക്, പിന്നെ വറ്റൽമുളക്, കുറച്ച് നല്ല ജീരകം, കറിവേപ്പില, അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കുക എണ്ണയിൽ. ഞാൻ തീ വളരെ കുറച്ച് വെച്ചെടുത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്, അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങ, ഒരു മുറിയല്ല, ഒരു തേങ്ങ, ചെറിയ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല ഭാഗം മാത്രം ചിരണ്ടിയെടുക്കുക. പിന്നെ അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് വറുത്തും കിട്ടും. പിന്നെ ഒന്ന് കരിഞ്ഞിട്ടും ഒന്ന് പച്ച അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് കറക്കി കളയുക. പിന്നെ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്ത് ഗോൾഡ് കളറാക്കി എടുക്കുക. അതിന് ശേഷം നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് വറന്ന് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിലും ഇങ്ങോട്ട് പോരും, നടുക്ക് വന്ന് നിൽക്കും. അപ്പോൾ അത് നമ്മളെ തേങ്ങ പാകമായി എന്നുള്ള കണക്ക്. അതിലേക്ക് കുറച്ച് ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ട്, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ കഷ്ണം വെന്ത് നല്ല പരുവായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇത് വറുത്ത് കോരി വെച്ച കുരുമുളക് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മളെ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ കൂട്ടുകറീൻ്റെ മസാലയാണ്. അത് നല്ലോണം ഒന്ന് ഇളക്കി, ഇത് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കടലൊക്കെ വേഗം ഉടഞ്ഞു പോകും, രണ്ട് പാതിയായിപ്പോവും. അതുകൊണ്ട് സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. മസാല നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയിൽ പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കുറേ പൊടിക്കണമെന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സി ഒന്നും ഒട്ടും നനവുണ്ടായി കഴിഞ്ഞാൽ ഇത് വേഗം കേടായിപ്പോൾ, അല്ലെങ്കിൽ നമുക്കിത് 2-3 ദിവസം വെക്കാൻ പറ്റും. നമ്മൾ കഷ്ണം കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ചതുരത്തിൽ ഒരേ കനത്തിൽ മുറിച്ചിടണം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ഭാഗം വരും. അപ്പോൾ അത് ഞാനിനി സാമ്പാർ വെക്കുമ്പോൾ അതിൽ ചേർത്താമെന്ന് വിചാരിച്ച്. നമുക്കിത് കേടുകൂടാണ്ട് 2-3 ദിവസത്തേലും വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡിയായി. നല്ല സ്മെല്ലുണ്ട്. തേങ്ങ മൊത്തം വറുത്തിട്ടല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു കഷ്ണം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഇത്തിരി ഒന്ന് ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു.